അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സാധാരണ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളിപ്പം ഈ വീഡിയോ ഇട്ടേക്കണം ടെക് ചാനൽ എന്ന് വെച്ചാൽ അതിൽ വ്യൂസ് കുറവാണ്, വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം കുറവാണ്. പക്ഷെ നമ്മൾ ആ ഗെയിമിംഗ് ചാനൽ എടുത്താൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. അപ്പം അത് എന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുത്തത്. ഓക്കെ, അപ്പോൾ ആ ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകണം. ഓക്കെ, അപ്പം നമുക്ക് അതിനെ നമ്മൾ വേഴ്സസ് ചെയ്യാൻ പോണേ എന്ന് വെച്ചാൽ അതും നമ്മൾ കമ്പാരിസൺ ചെയ്ത് നോക്കിയാണ് എന്താണ് ഇതിൻ്റെ മാർക്സ് എന്ന് വെച്ചാൽ ഇത് കൂടാനുള്ള കാരണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ ടെക് ചാനൽ നോക്കാം. ടെക് ചാനൽ നോക്കുമ്പം ഇവിടെ ഡാഷ്ബോർഡിൽ ഒന്ന് നോക്കിയാൽ 8 സബ്സ്ക്രൈബേഴ്സേ ഇപ്പോൾ ഉള്ളൂ. ഇനി അനലിറ്റിക്സ് വന്നാൽ നമ്മൾ ഓവർ വ്യൂ എടുത്തിട്ട് ഇവിടെ കണ്ട ഇത്രയും വ്യൂസ്, ഇത്രയും വാച്ച് അവർ, 8 സബ്സ്ക്രൈബേഴ്സ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 28 ലൈഫ് ടൈം കൊടുക്കാം. ലൈഫ് ടൈം നമുക്ക് ഡിസംബർ കൊടുക്കാം. യെസ്, കണ്ട അപ്പോൾ ഡിസംബർ തന്നെ നോക്കുമ്പോൾ ഇത്രയും വ്യൂസേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് കുറവാണ്, ഭയങ്കര കുറവാണ് എനിക്ക് ഈ വ്യൂസ് ഇപ്പം കണ്ട. പക്ഷേ എനിക്ക് നവംബറിൽ എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നു, ഡിസംബറിൽ കുറഞ്ഞു. ഓക്കെ, അപ്പം അതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഡിസംബറിൽ കുറഞ്ഞ കാരണമെന്ന് വെച്ചാൽ ഡിസംബറിൽ ഞാൻ വീഡിയോസ് കുറച്ച് ഇടുന്നുള്ളൂ, ഫുള്ള് ഗെയിമിംഗ് ചാനലിലായിരുന്നു വീഡിയോ ഇട്ടാൽ. ഇപ്പം ഗെയിമിംഗ് ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും 14 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതെങ്ങനെ ഇട്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്ന കാണിച്ചു തരാം. പിന്നെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ 1K വ്യൂസ് ഉണ്ട്, 1K വ്യൂസ് ഉണ്ട്. ഇതുണ്ട്, നല്ല ഗ്രോ ഉണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട് ഈ ചാനലിന്. ഈ ചാനൽ നല്ലൊരു ചാനൽ തന്നെയാണ്, ഇത് നല്ല ഗ്രോത്ത് ഉണ്ട്. എനിക്കുണ്ട ഇത്രയും നിങ്ങൾക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നോക്കുക. ഈ നവംബറിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല, ഞാൻ അപ്പം എത്ര ദിവസം കൊണ്ടാണ് ഇത്ര സബ്സ്ക്രൈബേഴ്സും വ്യൂസും ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എടുത്ത് നോക്കുകയാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഞാൻ എണ്ണുകയാണ്. ഓക്കെ, ഫസ്റ്റത്തെ വീഡിയോ ഇട്ട് ഞാൻ എത്ര ദിവസമായിരുന്നു, ഫസ്റ്റത്തെ ഇതായിരുന്നു നമ്മളെ വീഡിയോ. അപ്പം ഇതിന് ഓക്കെ ഇത് എടുത്ത് നോക്കിയാൽ ഇതൊന്ന് ഇട്ടേ നോക്കാം. ഡിസംബർ 1-നാണ് ഞാൻ ഇട്ട. അത് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഡിസംബർ 1-ന് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. അപ്പം ഇപ്പം ഇപ്പം ഡിസംബർ 20-ആയി. 20 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഇതാക്കി. സത്യത്തിൽ എനിക്ക് 18 ദിവസം ആയപ്പോഴത്തേക്ക് 14 സബ്സ്ക്രൈബർ ആയി, ഇതെല്ലാം ആയി. പിന്നെ ഇപ്പം 20-ാം തീയതിയാണ് ഞാൻ ഇപ്പം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ 20-ാം തീയതി തന്നെ വരും, അല്ലെങ്കിൽ ഒരു 21-ാം തീയതി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്രയുള്ള കണക്കാണ് ഞാൻ എടുത്ത് നോക്കണം. പിന്നെ നമ്മളെ ഗെയിമിംഗ് ചാനലും കൂടെ എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, പിന്നെ നമ്മളെ ടെക് ചാനലും. ഓക്കെ, നമ്മളെ ടെക് ചാനലൊന്ന് നോക്കിയാൽ ഇത് കണ്ട നമ്മൾ വാച്ച് അവർ. ഓക്കെ, സബ്സ്ക്രൈബർ 8 ഉള്ളൂ. സത്യത്തിൽ ഇതിനേക്കാളും കുറവായിട്ട് ഇതായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്, അത് ഈ ലാസ്റ്റാണ് തുടങ്ങി. ഇതിൽ ഫസ്റ്റത്തെ വീഡിയോ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് എപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടേന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടൻസ് എടുത്ത് ഇതിൽ ഫസ്റ്റത്തെ വീഡിയോ നോക്കാം. ഫസ്റ്റത്തെ ഇതിലെ വീഡിയോ ഇതായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ ഞാൻ വ്യൂ ഓൺ ഓക്കെ അപ്പം ഞാൻ നോക്കിയാണെങ്കിൽ നവംബർ 23-നാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. നവംബർ 23. അപ്പം ഞാൻ എത്ര സമയമെന്ന് ഞാൻ കാണിച്ചു തരാം. നവംബർ 23 30 ദിവസമുണ്ട്. നവംബർ 23-ൻ്റെ കൂടെ നവംബറിൽ 30 ദിവസമുള്ളത്, അതുകൊണ്ട് തന്നെ 7 ദിവസം കൂട്ടി. അതിൻ്റെ കൂടെ 20 ദിവസം കൊണ്ട് 27 ദിവസം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 27 ദിവസമായി. ഇന്നത്തെ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഈ ചാനൽ തുടങ്ങിയിട്ട് വെറും 20 ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രൈബർ കൂടാനുള്ള കാരണമെന്ന് വെച്ചാൽ മെയിൻ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടണമെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം. പിന്നെ നിങ്ങൾ ആളുകൾക്ക് ഏത് വീഡിയോ ആണ് കാണാൻ ഇഷ്ടമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് ഇടണം. അത് നിങ്ങളെ തന്നെ കടമയാണ്. ഓക്കെ, എൻ്റെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഗെയിമിംഗ് കണ്ടൻറ്റാണ്. അപ്പം ഞാൻ ഗെയിമിംഗ് കണ്ടൻറ്റ്സ് ഇട്ട് തുടങ്ങി. അപ്പം എനിക്ക് ഗെയിമിംഗ് കണ്ടൻറ്റ്സ് ഭയങ്കര ഇതായിട്ട് പോകുന്നുണ്ട്. എൻ്റെ
എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കുറച്ച് വേണ്ടത് ടെക് കണ്ടന്റ് ഉണ്ടാവും. ഞാൻ ടെക് കണ്ടന്റ് ഞാൻ ഒരിക്കലും നിർത്തുമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തത്തില്ല. ടെക്കും ഗെയിമിങ്ങും എല്ലാം കൊണ്ടുപോകാൻ നോക്കും. ഓക്കെ, അപ്പം എന്താ ഇതിൽ നമുക്ക് വൈറൽ വീഡിയോസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇതിലെ വൈറൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ഓക്കെ, ഇതിൽ ടോപ്പിലിരിക്കുന്ന ഒരു വീഡിയോ എടുത്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പം ഇതിൽ കണ്ടന്റ് നമുക്ക് പോയിട്ട് നോക്കാം. ടോപ്പിലിരിക്കണ ഈ 43 വ്യൂസാണ്. ഷോർട്സിൽ എത്ര വ്യൂസ് എന്ന് നോക്കട്ടെ. ഷോർട്സിൽ നമ്മൾ നോക്കണം. ഷോർട്സിൽ ടോപ്പായിട്ടിരിക്കുന്നത് ഇതാണ്. ഷോർട്സിൽ ടോപ്പ് ഇതാണ്. ടിപ്സ് ഫോർ ക്യാൻവ പാർട്ട് 2 ആണ്. ആ വീഡിയോനാണ് 36 ഇത് കിട്ടിയേക്കണേ. അപ്പം നിങ്ങളെ ടോപ്പ് ഇതെടുത്തിട്ട് അതേപോലത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ കാറ്റഗറിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതാ ലോഗോ ഡിസൈനിങ്. ഇപ്പം നിങ്ങൾ എല്ലാവരും ഇടുന്ന കണ്ടന്റ് എടുത്തിട്ടാൽ നിങ്ങൾക്ക് ഒരു വ്യൂസും കിട്ടില്ല. അത് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് കിട്ടി കാണാം. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്ത കണ്ടന്റ് ഇടണം. ഇപ്പം ഞാൻ സെർച്ച് ചെയ്തൊരു കണ്ടന്റ് എന്ന് വെച്ചാൽ എനിക്കൊരു കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ് GTA 5. ആ GTA 5ൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് 1K അടിച്ചത്. അതിനു മുമ്പേ എനിക്ക് അത്രയും വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. 7 ദിവസത്തെ ഇത് കാണിച്ചുതരാം. ഉണ്ട്, അത് ഇത്രയൊക്കെ വ്യൂസേ ഉള്ളൂ. ഓക്കെ, അപ്പം എൻ്റെ ഗ്രോത്ത് കണ്ട ചാനലിൻ്റെ ഇപ്പം 365 ദിവസം 28 ദിവസം നോക്കുകയാണെങ്കിൽ 1K ഇത് തന്നെ. അപ്പം ഈ ഇടയ്ക്കൊന്നും കൂടിയിട്ടില്ല, അങ്ങനെ കൂടി. ഓക്കെ, അപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. ഇനി വേറെ കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കണം, നല്ലൊരു പേര് കണ്ടുപിടിക്കണം, പിന്നെ ലോഗോ കണ്ടുപിടിക്കണം, പിന്നെ നിങ്ങൾക്ക് നല്ലൊരു തമ്പിലേയും കണ്ടുപിടിക്കണം. ഓക്കെ, മെയിൻ ചിലപ്പോൾ ഇതിൽ തമ്പിലൈൻസ് തന്നെ നോക്ക്. ഈ വീഡിയോ വൈറലാ മിക്കതും തമ്പിലൈൻസ് ആയിരിക്കും. തമ്പിലൈൻ ഈ തമ്പിലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത തമ്പിലൈനാണ്, ക്രിയേറ്റ് ചെയ്ത് കാണിച്ച തമ്പിലൈനിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക, നല്ല കണ്ടന്റ്സ് ഇടുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പം നല്ല കണ്ടന്റ് കിട്ടിയില്ലെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കൂടെ ചെയ്യാം. നിങ്ങൾ 2 ചാനൽ ഇപ്പോൾ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്ക് ഒരു ചാനലിൽ കണ്ടന്റ് കിട്ടി. അതും പക്ഷേ നമുക്കൊരു ഒരു ചാനലിൽ കണ്ടന്റ് കിട്ടി. ഇപ്പം എനിക്ക് ഇത് കണ്ടന്റ് ഇല്ലായിരുന്നപ്പോൾ ഞാൻ എടുക്കാൻ തോന്നിയൊരു വീഡിയോ ആണ്. അതായത് ഈ വ്യൂസിൻ്റെ പ്രശ്നമല്ല, വ്യൂസ് അങ്ങനെ കൂട്ടാന്ന്. അപ്പം നമ്മൾ എടുത്തു നോക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ കുറുക്കൻ CT എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ സബ്സ്ക്രൈബറാണ്. പിന്നെ സുബിൻ രാജി ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവർക്ക് വീഡിയോ വേണം, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ വേണം. ഇപ്പം ഞാൻ എടുത്തു നോക്കിയാൽ 40 പേർക്ക് ആ വീഡിയോ വേണം, മറ്റേ ലോഗോ ക്രിയേറ്റിംഗ്. അപ്പം ഞാൻ ആ ലോഗോനെ ക്രിയേറ്റ് ചെയ്യണ പോലെ വീഡിയോ ഇടും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഇടണമെന്നല്ല, മിക്സ്ഡ് കണ്ടന്റ് ഇടാതെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീഡിയോയിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു ചാനലിൽ മിക്സ്ഡ് കണ്ടന്റ് എടുത്തിടല്ലോ, എന്തോ ഒരു അർത്ഥമില്ലാത്ത ഒരു ചാനലായി പോകും. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ചാനൽ അതിൻ്റെ പേര് ഇപ്പം എൻ്റെ ചാനലിൽ നോക്കിയാൽ ഞാൻ സായി വൈബക്സ് ടെക് എന്ന് എൻ്റെ ചാനലിൻ്റെ പേരിട്ടിട്ട് അതിനകത്ത് ഗെയിമിങ്ങും പിന്നെ നോർമൽ വ്ളോഗ്സും പിന്നെ ചെറിയ ടെക്സും എല്ലാം ഇങ്ങനെ മിക്സാക്കി ഇടലും. അപ്പം അതിനാണ് ഞാൻ ഇപ്പോൾ ഗെയിമിംഗ് ചാനൽ തുടങ്ങിയത്, മിക്സാക്കി ഇടാതിരിക്കാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ തന്നെ ഗെയിമിംഗ് ചാനലുകാർക്കൊരു ഇത് പറയാം. നിങ്ങൾ ഗെയിമിംഗ് ചാനലുകാരാണെങ്കിൽ ഇത് കേട്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക. യൂട്യൂബേഴ്സിന് നല്ല ഇതാവണ ഒരു കണ്ടന്റ് ആയിരിക്കും. ഇപ്പം ഗെയിം കളിക്കാൻ നോക്കുമ്പോഴേ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, ഗെയിംസൊക്കെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പോപ്പുലർ ഗെയിംസ് നോക്കണം. എന്ന് വെച്ചാൽ നമ്മളെ ഫിഫ, പിന്നെ മൈൻക്രാഫ്റ്റ്, പിന്നെ GTA 5, പിന്നെ അതേപോലെ കുറേ ഗെയിംസ് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾ കണ്ടുപിടിച്ചുള്ള ഗെയിംസും നോക്കാം. ഓക്കെ, അപ്പം അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ
ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സബ്വേ സർഫസ് എടുത്ത് നിങ്ങൾ ഗെയിം പ്ലേ ഇട്ടിട്ട് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഗെയിം വേണം. എന്ന് വെച്ചാൽ നമ്മൾ സബ്വേ സർഫർ കാഷ്വൽ ഗെയിംസ് ഇടലും, ഒരിക്കലും കാഷ്വൽ ഗെയിംസ് നിങ്ങൾ ഗെയിമിങ്ങിൽ ഇടലും. ചിലപ്പോൾ ലൈവിലൊക്കെ കാഷ്വൽ ഗെയിംസ് ആയിരിക്കും കളിക്കുന്നത് ചിലവർ. ഈ ഈ സബ്വേ സർഫസ് ഒക്കെ കളിക്കുന്നവരുണ്ടാവും. അത് കുഴപ്പമില്ല, ലൈവിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വീഡിയോസിൽ അങ്ങനെ ഇടലും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വ്യൂസ് കിട്ടിയത്. ഓക്കെ, അപ്പം എന്താ 1K അല്ല 1.1K എന്ന് വെച്ചാൽ എനിക്ക് 1100K ആയിട്ടുണ്ട്, അല്ലെ 100 വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, വ്യൂവേഴ്സ് ആയിട്ടുണ്ട് തന്നെ കാര്യമില്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂട്ടണം, വാച്ച് അവറും കൂട്ടണം. ഓക്കെ, ഇത് മൂന്നും കൂട്ടണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാനൽ എടുത്ത് നോക്കിയാൽ ഇത് കുറവാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം നിങ്ങൾ ഏറ്റവും ഇനി മൂന്നാമത്തെ ട്രിക്ക്, ഞാൻ ഇപ്പം പറഞ്ഞ ട്രിക്സ് എല്ലാം ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം, തമ്പിലെ നല്ലതാക്കണം, പിന്നെ നല്ല നിങ്ങൾക്ക് അവർക്ക് വേണ്ട കണ്ടന്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇടണം. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അറിയാമല്ലോ, വ്യൂവേഴ്സ് ഉള്ള ഇത് നോക്കണം, അതേപോലത്തെ കണ്ടന്റ് ഇടാൻ നോക്കണം. ഇന്നത്തെ നിങ്ങൾ വേറെ കണ്ടന്റ് പരിശീലിച്ച് നോക്കണം. ഇതിലൊക്കെ നിങ്ങൾ പുതിയൊരു ഇപ്പം ഇത് തന്നെ ഹൗ ടു ക്രിയേറ്റ് ലോഗോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ അത് ഇടാനല്ല ഞാൻ പറയണം. ഇപ്പം ബെസ്റ്റ് ലോഗോ മേക്കിംഗ് വെബ്സൈറ്റ് അങ്ങനെ ഇടണം, ബെസ്റ്റ് അങ്ങനെയൊക്കെ ഇടണം, അങ്ങനെ ഉദ്ദേശിച്ചല്ല അടുത്തിട്ടൂടാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇടാൻ. ഓക്കെ, അപ്പം ഇപ്പം ഇത് നാലാമത്തെയാണ്. ഓക്കെ, നാലാമത്തെ കാര്യമാണ്, മെയിൻ ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു എയിം വേണം. എയിം ഇല്ലാതെ നിങ്ങൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് നിങ്ങൾ ഫെയിലാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ഞാൻ ഒരു എയിം പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു എയിം പറഞ്ഞുതരാം. ഞാൻ ഒരു എയിം പറഞ്ഞുതരാം എന്ന് വെച്ചാൽ ഒരാഴ്ച 4 വീഡിയോ, അതാണ് നിങ്ങൾ എയിം വെച്ചോ. അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇത് തലയെ തൊട്ടല്ല സത്യം ചെയ്ത് പറയാണ്, നിങ്ങളൊരു 200-300 നല്ലൊരു വീഡിയോ ഇടുക. അതിൽ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇനി കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വേണ്ടത് ക്വാളിറ്റി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എൻ്റെ ഈ ഞാനൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ, ഇതിന് 180p ക്വാളിറ്റി ഉണ്ട്. ഇത് ഒന്ന് നോക്ക്, കണ്ട ഇതിൻ്റെ ക്വാളിറ്റി കണ്ട, ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ അതിടുമ്പോൾ നിങ്ങൾ ക്വാളിറ്റിയും കൂടെ നോക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സൗണ്ട് ക്വാളിറ്റി വേണം. ഇപ്പം ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൈക്ക് എന്ന് വെച്ചാൽ ബോയാബൈൻ്റെ M1 ആണ്. ഓക്കെ, ബോയാബൈ M1 ആണ്. അപ്പം ഇതൊരു നല്ലൊരു മൈക്കാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ മേടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മൈക്കുകളുണ്ട്, അതും അങ്ങനെ ഒരു മൈക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള 2 സാധനമാണ്, ഒരു സാധനമാണ് മൈക്ക്. ഓക്കെ, നിങ്ങളെ ഫേസ് കാണിച്ചാണ് വീഡിയോ കൊടുക്കുന്നത്, ഒരു ട്രൈപോഡും കൂടെ വേണം. ഓക്കെ, ഇത് നിങ്ങൾ ഗെയിമേഴ്സ് ആണെങ്കിൽ ഒരു ഹെഡ്ഫോൺ കൂടെ മേടിച്ചോ. ഓക്കെ, അപ്പം ഉണ്ടല്ലോ എൻ്റെ ഇപ്പം ഈ വീഡിയോയിൽ തന്നെ ഈ ചാനലിൽ തന്നെ എനിക്കിതാ ഒരു വേറൊരു സംഭവം കിട്ടും. ഇതല്ല നിങ്ങൾക്കപ്പം നിങ്ങൾ ചാനലിൽ ഇത്തിരി കൂടെ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയില്ലെന്ന് വിചാരിച്ചോ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ പോവുക, ട്രെൻഡ് എടുക്കുക. കണ്ട ഇപ്പം നിങ്ങൾ അനലിറ്റിക്സിൽ കണ്ടന്റ് നമുക്ക് ഇത് കാണിക്കും. പിന്നെ നമ്മൾ ഇത് ഷോർട്സ് വല്ല വൈറലാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ ടെക് ചാനലിലും അത് വൈറലാവാൻ ഒരു കാരണമുണ്ട്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മളെ ആ വീഡിയോൻ്റെ അനലറ്റിക്സ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർവ്യൂലൊന്നും നിങ്ങൾക്ക് നോക്കാനില്ല. ഇത് നോക്കിയിട്ടും വലിയ കാര്യമില്ല. റീച്ചിലെടുത്തിട്ട് നമ്മൾ ഇംപ്രഷൻസ് 5K ഉണ്ട്. ഇംപ്രഷൻസ് എന്ന് വെച്ചാൽ 5000 പേർക്ക് നിങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും നിങ്ങളെ വീഡിയോ കണ്ടത് വെറും 377 ആണ്. ഓക്കെ,
അപ്പൊ ക്ലിക്ക് ത്രൂ എന്ന് വെച്ചാൽ അവര് അത്രയും പേരിൽ എത്ര പേര് ഞെക്കി, എത്ര ശതമാനം പേര് ഞെക്കി. വെറും എനിക്ക് 5.9% വരെ ഞെക്കിയോളാം. എനിക്കത് കൂട്ടിയെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ചും കൂടെ വൈറലായി വരുന്നു. ഓക്കെ, ഇപ്പം എൻഗേജ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കിയതാ, ഇത് ആവറേജ് ഡ്യൂറേഷൻ അതൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഷോർട്സിലൊക്കെ ആണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഒരു ഷോർട്സ് എടുത്ത് കാണിച്ചുതരാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തൊരു ഷോർട്സ് എടുത്ത് കാണിച്ചുതരാം. ഓക്കെ ഓക്കെ ഞാൻ എന്താ GTA San Andreasൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ ഇത് നോക്ക്, ഇത് 23 ഇതാണ്. ഇത് ഭയങ്കര കുറവാണ്. പക്ഷേ എത്ര രൂപയ്ക്ക് ഞാൻ കൊടുത്തെന്ന് കാണിച്ചു തരാം. 149 പേർക്ക് കൊടുത്ത്. അപ്പം ഇനി ഇത് നോക്കണം, സ്വൈപ്പ് എവേ കൂടിയിട്ടുണ്ട്. അപ്പം എവിടെ നിന്നാണ് ആ സ്വൈപ്പ് എവേ കൂടുന്നത്, അപ്പോൾ നമ്മളെ വ്യൂസ് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, നല്ല ഓഡിയോ ക്വാളിറ്റി വേണം, നല്ല കണ്ടന്റ് വേണം, കൂടുതൽ റീച്ചായ കണ്ടന്റിനെ നോക്കി എഴുതണം. പിന്നെ നമ്മൾ നല്ല അവർക്ക് വേണ്ട കാറ്റഗറിയിലുള്ള കണ്ടന്റ് ഇടണം, അവർക്ക് വേണമെന്നുള്ള കണ്ടന്റ് ഇടണം. പിന്നെ നമ്മൾ ഒരു എയിം വെച്ച് കണ്ടന്റ് ഇടണം. അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങൾ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ഉള്ളൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ എടുത്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ വരണം. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ വരാൻ എളുപ്പമാണ്. ഫോണാണെങ്കിൽ YT സ്റ്റുഡിയോ എന്ന് കാണും. ഓക്കെ, ആപ്പ് ആണ്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ അനലിറ്റിക്സിലോട്ട് പോകണം. അനലിറ്റിക്സിൽ പോകുമ്പം ഓവർവ്യൂവിൽ ഒന്നും നിങ്ങളിപ്പോൾ നോക്കാനില്ല. നിങ്ങൾ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടത്തില്ല. ഓവർവ്യൂവിൽ ഈ കണ്ടന്റ് എടുത്താൽ എല്ലാവരും വിചാരിക്കും കണ്ടന്റ് കിട്ടുമെന്ന്. അതൊന്നും കിട്ടത്തില്ല. ഓഡിയൻസും അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് കിട്ടുമെന്നും വിചാരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ട്രെൻഡ്സ് എടുക്കണം. ട്രെൻഡ്, ഇപ്പം ഞാൻ ട്രെൻഡ് ആയിട്ടുള്ള ഇച്ചിരി സംഭവങ്ങൾ കാണിച്ചു തരാം. എന്താ കണ്ട, GTA 5 ഫ്രാങ്ക്ലിൻ ബൈ എ ലക്ഷറി ബിഗ് മാൻഷൻ ഇൻ GTA 5 സിൻജാൻ ആൻഡ് അങ്ങനെ ആ ഒരു. പിന്നെ ഇപ്പം എന്താ ഇതിൻ്റെ ഉണ്ട്, ഈ ഫുട്ബോളിൻ്റെ ഉണ്ട്. പിന്നെ കാസ്ട്രോൻ്റെ ഫിറ്റ്നസ്, അതിൻ്റെ ഒരു ഇതുണ്ട്, ഫിറ്റ്നസിൻ്റെ ഒരു ഗെയിമിൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ ബെസ്റ്റ് ഗെയിം ലൈക്ക് GTA 5 ഫോർ ആൻഡ്രോയിഡ് മലയാളം. പിന്നെ ഇതേ ടൈറ്റിൽ എടുത്ത് നിങ്ങൾ ഇട്ടാൽ ഉറപ്പായിട്ട് അതിന് വ്യൂസ് കൂടുതലായിരിക്കും. ഓക്കെ, GTA 5 മലയാളം ന്യൂ വീഡിയോസ് ഇന്നത്തെ. പക്ഷെ നിങ്ങൾ ന്യൂ വീഡിയോസ് ഒന്നും അടിക്കണ്ട. ഓക്കെ, നിങ്ങൾ ന്യൂ വീഡിയോസ് ഒന്നും അടിക്കണ്ട, GTA 5 മലയാളം വീഡിയോസ് ഒന്നും അടിച്ചാൽ മതി. ഓക്കെ, ന്യൂ വീഡിയോസ് ഒന്നും ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് ഇടല്ലേ. ഓക്കെ, GTA 5 ഡൗൺലോഡ് ആൻഡ്രോയിഡ് മൊബൈൽ മലയാളം. അപ്പം ഇതേപോലെ തന്നെ ഒരു കണ്ടന്റ് ആണ്, പ്ലേ ചെയ്യാന്ന്. ഡൗൺലോഡ് ഒന്ന് അടിച്ചാലും പ്ലേ വരും. ഓക്കെ, അതുകൊണ്ട് അങ്ങനത്തെ കണ്ടന്റ്സ് ഇടുക. ഇതിൽ നിന്ന് കിട്ടുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് എടുത്തിടാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.